ഹലോ ഗൈസ്, വെൽക്കം ടു ഇന്ത്യസ് ഫസ്റ്റ് ആനിമേറ്റഡ് ലൈവ് ട്യൂഷൻ. എന്തൊക്കെ മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖാണോ? ഇവിടെ എല്ലാവരും ഹായ് ചിരാൻ, ഹായ് വൈകുകുട്ടി, ഹായ് ആൻമറിയ. യെസ്, എല്ലാവരും പെട്ടെന്ന് ക്യാമറ ഓൺ ചെയ്തു. വൈഗ, ആൻമറിയ, എല്ലാവരും പെട്ടെന്ന് ക്യാമറ ഓൺ ചെയ്തു. യെസ്, എവിടെയാണ് കഴിഞ്ഞ സൺഡേ ക്ലാസ്സിൽ അഥവാ ഇന്നലെ നിങ്ങൾ എല്ലാവരും എവിടെയായിരുന്നു? ആൻമറി, നീ എവിടെയായിരുന്നു? ആൻമറി, സൺഡേ ക്ലാസ്സിന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. റിൻഷ എവിടെയായിരുന്നു? വൈകി എവിടെയായിരുന്നു സൺഡേ ക്ലാസ്സിന്? എല്ലാവരും നിർബന്ധമായിട്ടും അൺമ്യൂട്ട് ചെയ്യൂ. ആൻമറി, ഓക്കെ. നിർബന്ധമായിട്ടും ആ ക്ലാസ്സിന്റെ ലിങ്ക് വാങ്ങിച്ചിട്ട് കാണണം. കാരണം ഇന്ന് നമുക്ക് ചാപ്റ്റർ പ്രിസമത്തിന്റെ ചാപ്റ്റർ ടെസ്റ്റ് ആണ്. ഓക്കെ, പ്രിസം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ചാപ്റ്റർ ടെസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഇന്നലെ തീർത്തിട്ടുണ്ട്. ഓക്കെ, ഇന്നലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ തീർത്തിട്ടുണ്ട്. റിൻഷി എവിടെയായിരുന്നു? സൺഡേ ക്ലാസ്സിന്റെ എവിടെയായിരുന്നു? ഓക്കെ, റിൻഷ നീ എവിടെയായിരുന്നു സൺഡേ ക്ലാസ്സിന്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ, ക്യാമറ ഓൺ ചെയ്തേ റിൻഷ. ഓക്കെ, അപ്പൊ എന്തായാലും ക്ലാസ്സിന്റെ ലിങ്ക് വാങ്ങിച്ചിട്ട് എന്തായാലും നിങ്ങൾ 3 പേരും കാണണം. ഓക്കെ, നിർബന്ധമായിട്ടും കാണണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ? യെസ്, അങ്ങനെയാണെങ്കിൽ മക്കളെ ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. റെഡിയാണോ? യെസ്, റെഡി ആണോടാ? സംഗീത, നീ എവിടെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിന്? സൺഡേ ക്ലാസ്സിന് എവിടെയായിരുന്നു സംഗീത? ക്യാമറ ഓൺ ചെയ്തേ. ക്യാമറ ഓഫ് ചെയ്തിട്ട് ഒറ്റ ഒരാൾ പോലും ക്ലാസ്സിൽ നിന്നിരിക്കണം. ക്യാമറ ഓൺ ചെയ്തേ. സോ മക്കളെ, എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ഇവിടെ ഒരു പോയിന്റ് വരച്ചു. ഓക്കെ, ഇവിടെ ഞാൻ ഒരു പോയിന്റ് വരച്ചു. ഇത് ഞാൻ എ എന്ന് പറഞ്ഞു കൊടുത്തു. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ എ എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? ആർക്ക് വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാം. യെസ്, ഏതിന്റെ ഉള്ളിൽ സാർ? പി പി ടിന്റെ ഉള്ളിൽ എവിടെ? പി പി ടിന്റെ ഉള്ളിൽ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പൊ അതിൽ ഓക്കെ, സാറിന്റെ തല ഇപ്പൊ ഇവിടെ ഉള്ളു. അപ്പോളോ ഇപ്പൊ തല ഇവിടെ. യെസ്, എവിടെയാണ്? ആർക്ക് വേണമെങ്കിലും പറയാം. സംഗീത എവിടെയാടാ? സിനാൻ എവിടെയാ? ഈ പോയിന്റ് എവിടെയാ ഇപ്പൊ ഉള്ളത്? ആർക്ക് വേണമെങ്കിലും പറയാം. ഈ എ എന്ന് പറയുന്ന പോയിന്റ് ബോർഡിന്റെ എവിടെയാണ്? പറയടാ. ആൻമർ എന്താ എവിടെയാ? റൈറ്റ് സൈഡില് ആണ് എ എന്ന് പറഞ്ഞ പോയിന്റ്. അങ്ങനെയാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അതിന്റെ മുകളിൽ ഒരു പോയിന്റ് കൂടി ഞാൻ ചേർക്കുന്നു, ബി. അങ്ങനെയാണെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്ന പോയിന്റ് എവിടെ? റൈറ്റ് സൈഡിൽ ഇപ്പൊ എയും ബിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു എ എന്ന് പറയുന്ന പോയിന്റ് എവിടെ? ഇപ്പൊ 2 പോയിന്റ് ഉണ്ട്. അപ്പൊ എനിക്ക് എ എന്ന് പറയുന്ന പോയിന്റ് പറയണം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയും. വൈഗ, റിൻഷ, അസർ, എ എന്ന് പറയുന്ന പോയിന്റ് എവിടെ? എവിടാ? ലെഫ്റ്റ് സൈഡിലോ? ലെഫ്റ്റ് സൈഡിൽ എവിടെ? ലെഫ്റ്റ് സൈഡിൽ 2 പോയിന്റ് ഉണ്ട്. നിന്റെ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 2 പോയിന്റ് ഉണ്ട്. അതിലെ എ എന്ന് പറയുന്ന പോയിന്റ് നീ എങ്ങനെ പറയാം? ആരുമില്ലേ? എന്റെ അത്ര ബുദ്ധിയുള്ള ആരുമില്ലേ ഈ ക്ലാസ്സിൽ? റിൻഷ എവിടെയുള്ള? റിൻഷ, സിനാന എവിടെയുള്ള? ഇപ്പൊ ഇങ്ങനെ നിന്നാൽ നിങ്ങൾ പറയും എന്റെ തലന്റെ മുകളിലാണ് എ. പക്ഷെ ഞാൻ തല മാറ്റി. അപ്പോളോ ഞാൻ ഇങ്ങനെ കൈ വെച്ച എന്റെ കൈന്റെ മുകളിലാണ് എ. ആ, എന്തായാലും ഞാൻ എടുക്കത്ത് പറയാണ്ട്. ബിയുടെ താഴെ, ബിയുടെ താഴെ. അങ്ങനെയാണെങ്കിൽ ബി എവിടെ? അങ്ങനെയാണെങ്കിൽ ബി എവിടെയാ? ബിയുടെ താഴെ. ഓക്കെ, സമ്മതിച്ചു, അപ്രൂവ്ഡ്. അങ്ങനെയാണെങ്കിൽ ബി എവിടെ? എന്റെ മുകളിലായിരിക്കും അല്ലെ? ആൻമറി, ബി എന്റെ മുകളിലും എ ബിന്റെ താഴെ. അങ്ങനെയാണോ? വൈഗ ഇവിടെ ഉണ്ടോ? ക്ലാസ്സിലുണ്ടോ വൈഗ? യെസ്, റൈറ്റ് സൈഡ് ബിയുടെ താഴെ. നോ. സോ മക്കളെ, അതിനാണ് സംഗീതയെ നിന്നോടും കൂടി ഞാൻ ചോദിക്കാം.
ഈ എ എന്ന് പറയുന്ന പോയിന്റ് സംഗീത എവിടെയാണ് ഈ ബോർഡിൽ ഉള്ളത്? ഈ ബോർഡിൽ എ എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണുള്ളത്? നിനക്ക് എന്ത് വേണമെങ്കിലും ഉത്തരം പറയാം. നിന്റെ കുരുട്ടു ബുദ്ധി ഉപയോഗിക്കാം, അഡ്മിറ്റ് ചെയ്യും. പറ, പെട്ടെന്ന് എ എന്ന് പറയുന്ന പോയിന്റ് എവിടെ? ബി എവിടെയാ? എന്റെ മുകളിൽ. അപ്പൊ എ എവിടെയാ? ബിന്റെ താഴെ. അങ്ങനെയാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ സിയും കൂടി വരക്കാം. അപ്പൊ സിന്റെ മുകളിലായിരിക്കും അല്ലെ? സോ മക്കളെ, അതിനാണ് നമ്മൾ ഗ്രാഫ് വരക്കാൻ പോകുന്നത്. ഇത് ആക്ച്വലി കഴിഞ്ഞ സിലബസിൽ ഈ ഗ്രാഫ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് പുതിയ ചാപ്റ്റർ ആണ്. 9ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്നതാണ് ഗ്രാഫ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ 10ാം ക്ലാസ്സിലാണ് ഈ ഗ്രാഫ് പഠിക്കുന്നത്. പക്ഷെ ഏറ്റവും നല്ലൊരു കാര്യമാണ്, കാരണം ഈ ഒരു സമയത്തെങ്കിലും നിങ്ങൾ ഗ്രാഫ് വരക്കണം. സംഗീത നീ എവിടെ പോകുന്നത്? യെസ്, അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങളോട് ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് എവിടെ എന്നാണല്ലോ ചോദിച്ചത്. എടാ, ഇതാണ് നിങ്ങളുടെ എക്സ് ആക്സിസ് എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ഈ ലൈനിന് നമ്മൾ എന്ത് പറയും? എക്സ് ആക്സിസ് എന്ന് പറയും. എന്ത് പറയടാ? എക്സ് ആക്സിസ് എന്ന് പറയും. ഇതാണ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ മക്കളെ, ഈ കുത്തനെ സ്ട്രെയിറ്റ് ലൈന് നമ്മൾ എന്ത് പറയും? വൈ ആക്സിസ് എന്ന് പറയും. അഥവാ വൈ. ഓക്കെ, സോ എക്സ് ആക്സിസ് നിങ്ങൾക്ക് മനസ്സിലായി. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ലൈനാണ് നമ്മൾ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തലുള്ള വെർട്ടിക്കലി ഉള്ള ലൈനാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈ ആക്സിസ് എന്ന് പറയുന്നത്. സോ ഇത് ഏത് പാഠം? ഈ പാഠം എന്ന് പറയുന്നത് 13ാമത്തെ ചാപ്റ്റർ പോളിനോമിയൽസ് പിക്ചേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കൾ ശ്രദ്ധിച്ചു കേട്ടോ. ഇത് 0 ആയിരിക്കും, ഇത് എന്തായിരിക്കും? 1 ആയിരിക്കും, ഇത് 2 ആയിരിക്കും, 3 ആയിരിക്കും, 4 ആയിരിക്കും, 5 ആയിരിക്കും. ക്ലിയർ? ഇനി ബാക്കോട്ടേക്ക് പോകും തോറും നിങ്ങൾക്കറിയാം അത് നെഗറ്റീവ് നമ്പർ ആയിരിക്കും അല്ലെ? -1, -2, -3, -4, -5. ഇതാണ് നെഗറ്റീവ് നമ്പേഴ്സ്. ക്ലിയർ? ദെൻ വൈ ആക്സിസ് മുകളിലേക്ക് പോകും തോറും എന്ത് വാല്യൂസ് എന്താവും? കൂടി വരും. മുകളിലേക്ക് പോകും തോറും എന്താവും? 1, 2, 3. വൈ ആക്സിസ് ആണ് മക്കളെ ഇത്. അപ്പൊ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. മുകളിലേക്ക് പോകും തോറും എന്ത് ചെയ്യും? വാല്യൂസ് കൂടി വരും. ജസ്റ്റ് ക്യാമറ ഓൺ ചെയ്തോ. യെസ്, അങ്ങനെയാണെങ്കിൽ വാല്യൂസ് കുറഞ്ഞു ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്ത് വരും മക്കളെ? -1, -2, -3, -4. ഞാൻ നിങ്ങളോട് ചോദിച്ചത്, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പോയിന്റ് എത്ര എന്നല്ലേ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചു കേട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും പോയിന്റ് പറയുമ്പോൾ എന്ത് പറയണം എന്നറിയോ? ആദ്യം എക്സ് ആക്സിൽ പറയണം, പിന്നെ വൈ ആക്സിൽ പറയണം. അഥവാ നമ്മളോട് ഈ പോയിന്റ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നേരെ എക്സ് ആക്സിലെ പോയിന്റ് എന്താ ഇവിടെ? ഞാൻ നേരെ താഴേക്ക് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിൽ 4 അപ്പൊ 4. വൈ ആക്സിൽ ഇവിടെ എന്ത് വരും? വൈ ആക്സിൽ ഇവിടെ എന്താ? അത് 2. സോ കോർഡിനേറ്റ്സ് 4, 2 എന്നാണ് നിങ്ങൾ വായിക്കേണ്ടത്. അതായത് ആദ്യം നിങ്ങൾ എക്സ് ആക്സിലെ പോയിന്റ് പറയാം. എക്സ് ആക്സിലെ പോയിന്റ് എന്താ? 4. വൈ ആക്സിലെ പോയിന്റ് എന്താ? 2. സോ ഈ പോയിന്റ് നിങ്ങൾ എന്ത് പറയണം? കോർഡിനേറ്റ്സ് 4, 2. ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്നത് ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് തന്നെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു പോയിന്റ് വരച്ചു. മക്കളെ ശ്രദ്ധിക്കണേ. ഇവിടെ ഞാനൊരു പോയിന്റ് വരച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റിന് എന്ത് പറയും? എന്ത് പറയും സിനാനെ? എക്സ് ആക്സിൽ ഇവിടെ പോയിന്റ് എന്താ? സംഗീത പറഞ്ഞേ. എക്സ് ആക്സിലെ പോയിന്റ് എന്താ? 2. സോ എക്സ് ആക്സിലെ പോയിന്റ് ഇവിടെ 2 ആണ്. വൈ ആക്സിലെ പോയിന്റ് എന്താ? 1. അപ്പൊ നീ എന്ത് പറയണം? കോർഡിനേറ്റ് 2, 1 എന്ന് പറയണം. മനസ്സിലായോ? ക്ലിയർ ആകുന്നുണ്ടല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ ജിസ്മി. യെസ്, ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോ. പുതിയ ചാപ്റ്റർ ആണ് പോളിനോമിയൽ പിക്ചേഴ്സ്. അതേ, ഞാൻ ഇവിടെ പോയിന്റ് വരച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് നിങ്ങൾ എന്ത് പറയും? എല്ലാവരും കമന്റ് ചെയ്ത്. ഞാൻ പറയുന്നില്ല, എല്ലാവരും കമന്റ് ചെയ്ത്. ഞാൻ ഇവിടെ പോയിന്റ് വരച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് നിങ്ങൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? കമന്റ് ചെയ്തോ? എല്ലാവരും ചെയ്തു. അതർ റിൻഷ എല്ലാവരും ചെയ്തോ?
റൈറ്റ് ആൻസർ സംഗീത്. യെസ്. എടാ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ആദ്യം എക്സ് ആക്സിലെ പോയിന്റ് പറയണം. എക്സ് ആക്സിലെ പോയിന്റ് എന്താ മക്കളെ? അത് -3 ആണ് അല്ലെ. വൈ ആക്സിലെ പോയിന്റ് എന്താ? അത് 2. സോ ആൻസർ എന്ന് പറഞ്ഞാൽ അത് -3 2 ആണ് ആൻസർ. മനസ്സിലായോ ആൻമറി? ശരിയാണ്, മനസ്സിലായോ? യെസ്. സോ അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ നിങ്ങളോട് ഏതെങ്കിലും ഒരു ബോർഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിന്റ് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഗ്രാഫ് വരച്ചിട്ട് ആ പോയിന്റ് എക്സ് ആക്സിലും വൈ ആക്സിലും പോയിന്റ് പഠിച്ചാൽ മതി. അല്ലാതെ വെറുതെ എന്റെ മുകളിലും തലിന്റെ മുകളിലും കൈന്റെ മുകളിലും കൈകളുടെ മുകളിലും എന്ന് നിങ്ങൾ പറയണ്ട. ഓക്കെ. സോ എക്സ് ആക്സും വൈ ആക്സും ആയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ പഠിച്ചോ. ദ ചാപ്റ്റർ നെയിം എന്ന് പറയുന്നത് പോളിനോമിയൽ പിക്ചേഴ്സ് ആണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, എല്ലാവരും എഴുതിയെടുത്ത് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട്. ജസ്ബിക്ക് മനസ്സിലായോ പോയിന്റ് പറയേണ്ടത്? നീ എവിടെ ലേറ്റ് ആയിട്ട് വന്ന് അങ്ങോട്ട് പോയിന്റ് പറയേണ്ടത് മനസ്സിലായോ? ആദ്യം എക്സ് ആക്സിലെ പോയിന്റ് പറയണം, പിന്നെ വൈ ആക്സിലെ പോയിന്റ് പറയണം. യെസ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ചാപ്റ്ററിന്റെ പേര് എഴുതിക്കോ, പോളിനോമിയൽ പിക്ചേഴ്സ്. ക്ലിയർ? റിൻഷക്ക് മനസ്സിലായോ? റിൻഷ ഡൗട്ട് ഉണ്ടോ? റിൻഷ? യെസ്. സോ അങ്ങനെയാണെങ്കിൽ ചാപ്റ്ററിന്റെ പേര് പോളിനോമിയൽ പിക്ചേഴ്സ്. സോ റെഡി 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 പെട്ടെന്ന്. അങ്ങനെയാണെങ്കിൽ മക്കളെ യെസ്, ഞാൻ ഡയറക്റ്റ് കടക്കലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനിപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത്, ഇപ്പൊ ഉദാഹരണത്തിന് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇപ്പൊ 3x+1 ഇതിന്റെ പി ഓഫ് 1 ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എക്സിന് നിങ്ങൾ 1 കൊടുക്കണം അല്ലേ? ഇതല്ലേ നിങ്ങൾ പഠിച്ചത്? 3 × 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 + 1 എന്ന് പറഞ്ഞാൽ അത് 4 ആണ്. സോ പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ 4 ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇത് നിങ്ങൾ പഠിക്കണ്ട. സോ അങ്ങനെയാണെങ്കിൽ ഇതേപോലത്തെ ഒരു പോളിനോമിയൽ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ തരാം. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x+1. ഈ പോളിനോമിയൽ നിങ്ങൾ ഗ്രാഫിൽ എങ്ങനെ വരക്കാം? ഞാൻ കഴിഞ്ഞ ക്ലാസ് സൺഡേ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഗ്രാഫിലാണ് വരക്കേണ്ടത്. ഗ്രാഫ് പേപ്പർ ഉള്ളവർ ഗ്രാഫ് പേപ്പർ എടുക്കുക. ഒരു ഗ്രാഫ് ബുക്ക് നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും സാധാ നോർമൽ പേപ്പറിൽ അടയാളപ്പെടുത്തിയാൽ മതി. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x+1. ഇത് നിങ്ങൾ എങ്ങനെയാണ് ഗ്രാഫിൽ അടയാളപ്പെടുത്തുക എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ആദ്യം എക്സിന് 0 കൊടുത്തു. മക്കളെ ശ്രദ്ധിച്ചു കേട്ടെ. ഞാൻ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് എക്സ് എത്ര വരുമെന്ന് നമുക്ക് നോക്കാം. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പി ഓഫ് 0 ആണല്ലോ നിങ്ങൾ കാണേണ്ടത്. സോ എന്റെ കൂടെ തന്നെ എല്ലാവരും ചെയ്തോ. 2 × 0 + 1 അല്ലെ? 2 × 0 എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ്. സോ പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി. എത്രയാ? അത് 1 ആണെന്ന് കിട്ടി. ഇനി നിങ്ങൾ എക്സിന് നിങ്ങൾ 1 കൊടുക്കൂ. ഷാനുവിന്റെ ക്യാമറ ഓൺ ചെയ്തോ. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x+1. അങ്ങനെയാണെങ്കിൽ പി ഓഫ് 1 എക്സിന് നിങ്ങൾ 1 കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, എക്സിന് നിങ്ങൾ 1 കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2 × 1 + 1. 2 × 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 + 1 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര കിട്ടി? യെസ്, അത് 3 ആണെന്ന് കിട്ടി. ക്ലിയർ? സോ ഇനി നിങ്ങൾ എക്സിന് നിങ്ങൾ 2 ഒന്ന് കൊടുത്തു നോക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x+1 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പി ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എക്സിന് നിങ്ങൾ 2 എന്ന് കൊടുക്കണം. 2 × 2 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 2 × 2 എന്ന് പറഞ്ഞാൽ അത് 4 ആണ്. 4 + 1 എന്ന് പറഞ്ഞാൽ എത്രയാ? അത് 5 ആണ്. സോ പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടി. എത്രയാണ്? യെസ്, അത് 5 ആണെന്ന് കിട്ടി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതാ ഇവിടെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. ഈ ബോക്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യലാണ്. ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ എക്സിന് 0 എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ നിങ്ങൾക്ക് പി ഓഫ് എക്സ് എത്ര കിട്ടി? പി ഓഫ് 0 എത്ര കിട്ടി? 1 ആണല്ലോ കിട്ടിയത്. എക്സിന് 0 കൊടുത്തപ്പോൾ നിങ്ങൾക്ക് പി ഓഫ് 0 1 ആണല്ലോ കിട്ടിയത്. അത് ഞാൻ ഇവിടെ എഴുതുന്നു. എക്സിന് ഞാൻ 0 കൊടുത്തപ്പോൾ പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1. ക്ലിയർ? ദെൻ എക്സിന് നിങ്ങൾ 1 കൊടുത്തപ്പോൾ പി ഓഫ് 1 എത്ര കിട്ടി? 3 ആണെന്ന് കിട്ടി. സോ എക്സിന് ഞാൻ ഇവിടെ 1 കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ പി ഓഫ് 3 നിങ്ങൾക്ക് എത്ര? പി ഓഫ് 3 എന്ന് പറയുന്നത് എത്ര കിട്ടി? 3 ആണ് കിട്ടി അല്ലെ? യെസ്.
അതുപോലെ തന്നെ എക്സിന് നിങ്ങൾ 2 കൊടുത്തപ്പോൾ പി ഓഫ് 2 എന്ന് പറയുന്നത് എത്ര കിട്ടി? 5 ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുത്തോ, എക്സിന് നിങ്ങൾ 2 കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 5 ആണ് കിട്ടി. ഇനി നമുക്ക് കുറച്ച് നെഗറ്റീവ് വാല്യൂസ് എടുക്കാം. മക്കളെ, നിങ്ങളുടെ പോളിനോമിയൽസ് എന്ന് പറയുന്നത് ഇതാണല്ലോ. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x + 1 ആണല്ലോ നിങ്ങളുടെ പോളിനോമിയൽസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം എക്സിന് എക്സിന് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. എക്സിന് നിങ്ങൾ -1 കൊടുത്താൽ പി ഓഫ് -1 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 × -1 + 1 എത്രയാണ് അസറെ? 2 × -1 എന്ന് പറഞ്ഞാൽ അസർ എത്ര? അസറെ 2 × -1 എന്ന് പറഞ്ഞാൽ എത്ര? 2 × -1 അത് -2 ആണ്. -2 + 1 എത്രയാ സാറേ? ആണോ? എടാ, ഒരു നെഗറ്റീവ് വാല്യൂം ഒരു പോസിറ്റീവ് വാല്യൂം തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ ഇടുക. അപ്പൊ ഇവിടെ വലുതെന്താ? 2. 2 1 കുറച്ചാൽ എത്രയാ? അത് 1. സോ വലുതിന്റെ സൈൻ എന്താ? മൈനസ് ആണ്. സോ -1 ആണ് ആൻസർ. അപ്പൊ നിങ്ങൾ ഇവിടെ എഴുതണം എന്താ? എക്സിന് -1 കൊടുത്തു കഴിഞ്ഞാൽ, മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ, എക്സിന് നിങ്ങൾ -1 കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? -1 ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എക്സിന് നിങ്ങൾ -2 കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് എക്സ് എത്രയായിരിക്കും എന്നറിയോ? അത് -3 ആയിരിക്കും. കാരണം ഇതെല്ലാം ഡിഫറൻസ് 2 ആണ് വരുന്നത്, ഓരോ നമ്പർ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. ഇത് നിങ്ങൾ ഗ്രാഫിൽ നിങ്ങൾ അടയാളപ്പെടുത്തണം. അടയാളപ്പെടുത്തുന്ന കാലമേ ഈ ഗട്ടികാരം നിലക്കുന്ന സമയം. ശ്രദ്ധിച്ചു കേട്ടോ എല്ലാവരും. എടാ, ഇതെങ്ങനെ ഗ്രാഫ്? നിങ്ങളുടെ ഗ്രാഫ് പേപ്പർ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് ഗ്രാഫ് പേപ്പർ ആണ് തരും. അതിലാണ് നിങ്ങൾ ചിലപ്പോൾ അടയാളപ്പെടുത്തേണ്ടത്. സോ നമുക്ക് ഗ്രാഫിൽ തന്നെ എങ്ങനെ അടയാളപ്പെടുത്താമെന്ന് നോക്കാം. സോ നിങ്ങളുടെ കയ്യിൽ ഗ്രാഫ് പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ സാധാ പേപ്പറിൽ നിങ്ങൾ അടയാളപ്പെടുത്തിയാലും മതി. ഇതേപോലെ ഈ ജസ്റ്റ് 2 ലൈൻ വരയ്ക്കുക. ഞാൻ ആദ്യം എക്സ് ആക്സിസ് വരച്ചു, അതുപോലെ തന്നെ താഴ്ഭാഗത്ത് വൈ ആക്സിസ് എന്ന് വരച്ചു. ഇവിടെ വൈ ആക്സിസിന്റെ കാര്യം പറയുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ ലൈന് ഞാൻ എന്ത് പേര് വിളിച്ചു? പി ഓഫ് എക്സ് എന്ന് ഞാൻ വിളിച്ചു. ഇതാണ് നമ്മുടെ എന്ത്? ഈ ലൈനാണ് നമ്മുടെ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ലൈൻ. ഓക്കെ, ഞാൻ യെല്ലോ കളർ തന്നെ യൂസ് ചെയ്യാം. ഇതാണ് നിങ്ങളുടെ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ലൈൻ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ മക്കൾ ശ്രദ്ധിക്കണേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എത്രയാ? 1 ആണല്ലോ. എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എത്രയാ? 1 ആണ്. അത് നിങ്ങൾ എങ്ങനെ അടയാളപ്പെടുത്തേണ്ടത്? എക്സിന് 0 എന്ന് പറയുന്നത് ഇവിടെയാണ്, പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. അപ്പൊ നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടത് ഇവിടെയാണ്. മനസ്സിലായോ? ഇവിടെ എക്സിൽ 0, അപ്പൊ പി ഓഫ് എക്സ് എത്രയാ? 1 ആണ്. അപ്പൊ എക്സിൽ 0 എന്ന് പറഞ്ഞാൽ ഇതല്ലടാ, ഈ ലൈൻ അല്ലേ 0 എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കണേ. എക്സിന് 0 എന്ന് പറയുമ്പോൾ ഇതാ വരും. ഇത് എക്സ് 0, ഇത് ഈ ലൈനാണ് പി ഓഫ് എക്സ്. അപ്പൊ പി ഓഫ് എക്സ് 1 ആണല്ലോ. അപ്പൊ നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടത് ഇവിടെ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ മക്കളെ മനസ്സിലാക്കിയേ, നോക്കിക്കേ. ചത്ത്. അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്തത്, എക്സിന് നിങ്ങൾ 1 കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് എക്സ് 3 ആണല്ലോ. എക്സിന് നിങ്ങൾ 1 കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് എക്സ് 3 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എടാ, എക്സിന് നിങ്ങൾ 1 കൊടുത്തപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണേ. എക്സിന് നിങ്ങൾ 1 കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് 3 ആണല്ലോ. അപ്പൊ ഇവിടെ നോക്ക്, എക്സിന് നിങ്ങൾ 1 ഇവിടെയാണല്ലോ വരുന്നത്. എടാ, 1 ഇവിടെയല്ലടാ വരുന്നത്. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 3 ഇവിടെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ഓക്കെ, ഇതാ ഞാൻ റെഡ് കളർ യൂസ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. പി ഓഫ് എക്സ് 3 ഇവിടെയാണല്ലോ. ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് എന്ത്? ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണടാ എന്ത്? ഇതിന്റെ അർത്ഥം എന്താ? എക്സിന് നിങ്ങൾ 1 കൊടുത്തപ്പോൾ അതിന്റെ പി ഓഫ് എക്സ് എത്രയാണ്? അത് 3 ആണ്. ക്ലിയർ?
മനസ്സിലാവുന്നുണ്ടോ? എക്സ് ഇതിന്റെ അർത്ഥം എന്താ? അവിടെ നേരത്തെ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ലേ? ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ പോയിന്റ് നിങ്ങൾ എങ്ങനെയാ പറയുക? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? ആദ്യം എക്സ് ആക്സിലെ 1 അല്ലെ, പിന്നെ y ആക്സിൽ 3, ഇങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത്? യെസ്. സോ അങ്ങനെയാണെങ്കിൽ ഇതെന്ത് നിങ്ങൾ വായിക്കും? എക്സിന് 1 കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് എത്ര കിട്ടി? അത് 3 ആണെന്ന് കിട്ടി. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എക്സിന് നിങ്ങൾ 2 കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് എക്സ് എത്ര എന്ന് പറയുന്നുണ്ട് നിങ്ങളോട്? 5 ആണെന്ന് പറയുന്നുണ്ട് അല്ലെ? സോ എക്സിൽ 2 എന്ന് പറഞ്ഞാൽ എവിടെയാ മക്കളെ? എക്സിൽ 2 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് 2. അതിന്റെ 5 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, 5 എന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്താം. ഓക്കെ, 5 എന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്താം. അപ്പൊ എക്സിന് നിങ്ങൾ 2 കൊടുക്കുമ്പോൾ 5 എവിടെ വരും? ഇവിടെ വരും. മനസ്സിലാവുന്നുണ്ടോടാ? എക്സിന് 2 കൊടുക്കുമ്പോൾ നിങ്ങൾ 5 എവിടെ വരും? ഇവിടെ വരും. ക്ലിയർ? ഇതിന്റെ അർത്ഥം എന്താ? എക്സിന് നിങ്ങൾ 2 കൊടുക്കുക, പി ഓഫ് എക്സ് നിങ്ങൾ എന്ത് കൊടുക്കുക? 5 എന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണ് ഇവിടെ പോയിന്റ് വരുന്നത്. ഇതുവരെ ക്ലിയർ ആണോ? എക്സിന് നിങ്ങൾ 2 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എന്ത് വരും? 5 വരും. അപ്പൊ ഇവിടെ പോയിന്റ് വരണം. എവിടെയാണോ കൂട്ടിമുട്ടുന്നത് ആ ലൈനാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. റൈറ്റ്? സോ അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ, എക്സിന് നിങ്ങൾ -1 കൊടുക്കുമ്പോൾ, ഓക്കെ, എക്സിന് നിങ്ങൾ -1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എത്ര കിട്ടുന്നുണ്ട്? -1 ആണെന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റിൻഷ, ഷാനോൺ എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്തേ. റിൻഷ, അസർ, ജീന ടീച്ചർ വൈകി ക്യാമറ ഓഫ് ചെയ്യുന്ന കാര്യം എന്തെങ്കിലും ഇൻഫോം ചെയ്തിട്ടുണ്ടോ? യെസ്. സോ അങ്ങനെയാണെങ്കിൽ എക്സ്, ഓക്കെ. സോ എക്സിന് നിങ്ങൾ -1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയാ? അത് -1 ആ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം, യെസ്, ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം എക്സിന് നിങ്ങൾ -1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എത്രയാ? -1. അത് നിങ്ങൾ എവിടെ അടയാളപ്പെടുത്തും? എടാ, എക്സിന് -1 കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് എക്സിന്റെ -1 അല്ലെ? പി ഓഫ് എക്സിന്റെ -1 എവിടെ വരും? ഇവിടെ വരും. സോ നിങ്ങൾ പോയിന്റ് അടയാളപ്പെടുത്തേണ്ടത് ഇവിടെ. മനസ്സിലാവുന്നുണ്ടോ? റിൻഷ, ക്ലിയർ ആവുന്നുണ്ടോ? എക്സിന് നിങ്ങൾ -1 കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ. എടാ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ. എക്സിന് നിങ്ങൾ -1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എത്ര? -1 ഇവിടെ വരുന്നത്. അപ്പൊ ഇത് രണ്ട് കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എവിടെയാ വരുന്നത്? ഇവിടെ. റൈറ്റ്? ക്ലിയർ ആണ്? സെറ്റ് ആണ്? യെസ്. സോ അങ്ങനെയാണെങ്കിൽ ഒരു പോയിന്റ് കൂടി ഉണ്ടല്ലോ മക്കളെ. എക്സിന് നിങ്ങൾ -2 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എത്ര വരുന്നുണ്ട്? -3 ആണ് വരുന്നുണ്ട് അല്ലെ? സോ അത് നിങ്ങൾ എവിടെ അടയാളപ്പെടുത്തും? എക്സിന് നിങ്ങൾ -2 കൊടുക്കുമ്പോൾ -3 ആണ് ആൻസർ വരുന്നത്. സോ ഇവിടെ പോയിന്റ് വരും. കാരണം എന്താ മക്കളെ? എക്സിന് നിങ്ങൾ -2 കൊടുക്കുമ്പോൾ ഇവിടെ ഇത് സ്ട്രെയിറ്റ് ലൈൻ വരും, ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വരും. അപ്പൊ കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്താ? ഇതാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ പോയിന്റ് ഒക്കെ തമ്മിൽ എന്ത് ചെയ്യണം? യെസ്, കൂട്ടി വരച്ച് യോജിപ്പിക്കണം. സോ ഞാനിതാ ഇങ്ങനെ വരക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടൂടാ? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഓക്കെ, എന്ത് കിട്ടും? ഒരു സ്ട്രെയിറ്റ് ലൈൻ. ക്ലിയർ? എന്ത് കിട്ടും? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. സോ ഇത് മനസ്സിലായോ? ക്ലിയർ ആയോ? പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരച്ചോ. ഗ്രാഫ് പേപ്പർ ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ജസ്റ്റ് എക്സ് ആക്സും വൈ ആക്സും വരക്കുക. 1 2 3 എന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്തുക. ഓക്കെ, എല്ലാവരും വരച്ചോ. എഴുതി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x + 1. അപ്പൊ നിങ്ങൾ എന്തൊക്കെ കൊടുക്കണം? -2 -1 0 1 2 അത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, സോ ഏറ്റവും നല്ലത് അങ്ങനെ കൊടുക്കുന്നതാണ്. -2 -1 0 1 2 ഈ 5 നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ബോക്സ് വരച്ചോ, എക്സും പി ഓഫ് എക്സും വരച്ചോ, എന്നിട്ട് ഞാൻ അടയാളപ്പെടുത്തും. ഗ്രാഫ് വരച്ചോ എല്ലാവരും പെട്ടെന്ന്. എല്ലാരും വരച്ചോ? റെഡി?
ജിസ്മി വരച്ചോ? ജിസ്മി വരച്ചോ? ഒറ്റക്ക് വരക്കാൻ ശ്രമിക്കും കേട്ടോ. റെഡി? യെസ്. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോൾ തറവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x - 1. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. റെഡി? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x - 1. ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. റെഡി? എല്ലാവരും എന്റെ കൂടെ ചെയ്ത് തുടങ്ങിക്കോ. അതവിടെ നിൽക്ക്. ബാക്കിയുള്ള ഇനിയുള്ള എല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ആദ്യം എല്ലാവരും എക്സിന് -2 കൊടുത്തോ. എക്സിന് -2 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എത്ര വരും? യെസ്, ചാനലിന് ഇവിടെ ഉണ്ടോ? 2 × -2 - 1 അല്ലെ? 2 × -2 എന്ന് പറഞ്ഞാൽ അത് -4 ആണ്. -4 - 1 എത്രയാണ്? -4 - 1 എന്ന് പറഞ്ഞാൽ റിൻഷ എത്രയാ? -4 - 1 എന്ന് പറഞ്ഞാൽ എത്ര റിൻഷ? അൺമ്യൂട്ട് ചെയ്ത്. നോ, 5 അല്ല. എത്രയാ? -5 ആണ്. -4 - 1 ആണെങ്കിൽ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്തിട്ട് മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 4 + 1 എത്ര? 5 ആണ്. എന്നിട്ട് ആ മൈനസ് ഇട്ട് കൊടുത്താൽ മതി. സോ എത്ര ആൻസർ വരും? -5 ആണെന്ന് കിട്ടും. അപ്പൊ നിനക്ക് കിട്ടി പി ഓഫ് -2 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര കിട്ടി? അത് -5 ആണെന്ന് കിട്ടി. ക്ലിയർ? ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ എക്സിന് നിങ്ങൾ -1 കൊടുക്കുകയാണെങ്കിൽ ആൻസർ എത്ര കിട്ടും? പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x - 1 ആണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് -1 എന്ന് പറഞ്ഞാൽ 2 × -1 - 1. 2 × -1 എത്രയാടാ? അത് -2 ആണ്. -2 - 1 എന്താടാ സംഗീത? നീ റോട്ടിലാണോ ഉള്ളത്? അതെന്താ റോട്ടിലെന്താ? ഓക്കെ ഓക്കെ, നമ്മൾ കുറെ ഇങ്ങ് എത്തി കേട്ടോ. -2 - 1 എന്ന് പറഞ്ഞാൽ അത് -3 ആണ്. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം -2 - 1 ആണ്. 2 + 1 3 ആണ്. എന്നിട്ട് മൈനസ് ഇട്ട് കൊടുത്താൽ മതി. സോ ഇനി നിങ്ങൾ എല്ലാവരും എക്സിന് നിങ്ങൾ 0 ഒന്ന് കൊടുത്തു നോക്കിക്കേ. എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് 2x - 1 ആണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ 2 × 0 - 1. 2 × 0 - 1 എന്താ? -1. അപ്പൊ പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടി അത് -1. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്തതിന് എന്ത് ചെയ്യണം? എക്സിന് നിങ്ങൾ 1 കൊടുക്കുക. അപ്പൊ എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x - 1 ആണ്. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ 2 × 1 - 1. എത്രയാണ് 2 × 1 എന്ന് പറഞ്ഞാൽ? അത് 2 ആണ്. 2ൽ നിന്ന് 1 കുറച്ചാൽ അത് 1 ആണ്. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എന്റെ കൂടെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ എക്സിന് നിങ്ങൾ 2 എന്ന് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് 2x ഞാൻ ഇവിടെ എഴുതണം. എക്സിന് നിങ്ങൾ 2 എന്ന് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്കറിയാം പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x - 1 ആണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 × 2 - 1. 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 - 1 എന്ന് പറഞ്ഞാൽ അത് 3. ക്ലിയർ? അത് 3. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ നിങ്ങളുടെ ഗ്രാഫ് നിങ്ങൾ വരക്കണം. അതിനു മുമ്പ് നിങ്ങൾ ഒരു ബോക്സ് വരച്ചോ. ശ്രദ്ധിച്ചു കേട്ടോ മക്കളെ. എക്സിന് നിങ്ങൾ 0 കൊടുക്കുമ്പോൾ ആൻസർ അല്ലെ പോട്ടെ, എക്സിന് നിങ്ങൾ -2 കൊടുക്കുമ്പോൾ ആൻസർ എത്ര കിട്ടി? പി ഓഫ് -2 എന്ന് പറഞ്ഞാൽ -5. അപ്പൊ എക്സിന് നിങ്ങൾ -2 കൊടുത്തപ്പോൾ പി ഓഫ് -2 എന്ന് പറഞ്ഞാൽ അത് -5. ക്ലിയർ? 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 യെസ്. അങ്ങനെയാണെങ്കിൽ എക്സിന് നിങ്ങൾ -1 കൊടുത്തപ്പോൾ പി ഓഫ് -1 എത്ര നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? -3 ആണ് കിട്ടിയിട്ടുണ്ട് അല്ലെ?
സോ നിങ്ങൾ ഇവിടെ എഴുതിക്കോ, എക്സിന് നിങ്ങൾ -1 കൊടുത്തപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? -3. റെഡി റെഡി യെസ്. സോ അങ്ങനെയാണെങ്കിൽ എക്സിന് നിങ്ങൾ 0 കൊടുത്തപ്പോൾ P(0) എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് കിട്ടി? അത് -1 ആണെന്ന് കിട്ടി. സോ നിങ്ങൾ ഇവിടെ എഴുതിക്കോ, എക്സിന് 0 കൊടുക്കുമ്പോൾ അത് -1, എക്സിന് 1 കൊടുക്കുമ്പോൾ എത്ര കിട്ടിയടാ? എക്സിന് 1 കൊടുക്കുമ്പോൾ അത് എത്ര കിട്ടി നിങ്ങൾക്ക്? യെസ്, അത് P(1) എന്ന് പറഞ്ഞാൽ 1 ആണ്. എക്സിന് നിങ്ങൾ ഒരാളും കൂടി നമ്മൾ ചേർക്കണമല്ലോ. സോ ഈ ബോക്സിൽ ഒരാളും കൂടി നിങ്ങൾ ചേർക്കുക. എക്സിന് നിങ്ങൾ 2 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടിയടാ? എന്ത് കിട്ടി? എക്സിന് നിങ്ങൾ 2 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടിയത്? അത് 3 ആണെന്ന് കിട്ടി. അപ്പൊ P(x) എന്ന് പറഞ്ഞാൽ അത് 3 ആണ്. അപ്പൊ നിങ്ങൾ ബോക്സ് നിങ്ങൾ വരച്ചു. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്തു? ബോക്സ് നിങ്ങൾ വരച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രാഫ് വരക്കണം. സോ എല്ലാവരും ആദ്യം തന്നെ എല്ലാവരും എന്ത് ചെയ്യാം? എല്ലാവരും എന്ത് ചെയ്യാം? നിങ്ങളുടെ ഗ്രാഫ് നിങ്ങൾ വരച്ചു. റെഡി? ഞാൻ ഇതിൽ വരച്ച് കാണിക്കണം. ഇത് വേണ്ട, നിങ്ങൾ താഴത്തേക്ക് ഗ്രാഫ് പേപ്പർ ഇല്ലെങ്കിൽ ഞാൻ നോർമലി വരച്ചിട്ടും കാണിച്ചു തരാം. ഓക്കെ, സോ റെഡി? ആദ്യം നമുക്ക് നോക്കാം. എക്സിന് നിങ്ങൾ 0 കൊടുത്തപ്പോൾ P(x) എത്ര കിട്ടി? -1 ആണെന്ന് കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം, എടാ എക്സിന് 0 കൊടുത്താൽ ഇവിടെയാണ് P(x) എന്ന് പറഞ്ഞാൽ -1. അപ്പൊ നിങ്ങൾ എവിടെ മാർക്ക് ചെയ്യണം? ഇവിടെ മാർക്ക് ചെയ്യണം. റൈറ്റ്? ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്തോ. എക്സിന് നിങ്ങൾ 0 കൊടുക്കുമ്പോൾ ആൻസർ എത്ര വന്നു? -1 വന്നു. അത് നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്തു. അടുത്തത് ശ്രദ്ധിച്ചേ. എക്സിന് നിങ്ങൾ -1 കൊടുക്കുമ്പോൾ P(x) എന്ന് പറഞ്ഞാൽ -3 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടെ മാർക്ക് ചെയ്യണം? എടാ എക്സിന് -1 കൊടുക്കുമ്പോൾ P(y) എന്ന് പറയുന്നത് 3. സോ ഇവിടുന്ന് ഇങ്ങനെ വരക്കുക. P(x) എന്ന് പറഞ്ഞാൽ -3 ആണല്ലോ. ഈ കൂട്ടിമുട്ടുന്ന ലൈൻ ആണ് എന്ത്? നിങ്ങളുടെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ. യെസ്. സോ അങ്ങനെയാണ് ക്ലാസ് ഉണ്ടോ? അപ്പോഴേക്കാണ്. സോ അങ്ങനെയാണെങ്കിൽ അടുത്തത് നിങ്ങൾ വായിച്ചോ. അടുത്തത് യെസ്. അടുത്തത് എന്താ? എക്സിന് നിങ്ങൾ -2 കൊടുക്കുമ്പോൾ ആൻസർ എത്ര കിട്ടും? അത് -5 കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സിന് -2 കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോവും, -5 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോവും. അപ്പൊ ഇവിടെ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോടാ? യെസ്. ബാക്കിയുള്ളത് നിങ്ങൾ ഒറ്റക്കൊന്ന് ട്രൈ ചെയ്ത്. എക്സിന് നിങ്ങൾ 1 കൊടുക്കുമ്പോൾ P(x) എന്ന് പറഞ്ഞാൽ 1 ആണ്. എവിടെയാ ആൻമറി ഞാൻ വരക്കേണ്ടത്? എക്സിന് 1 കൊടുക്കുമ്പോൾ ഞാൻ എവിടെ വരക്കണം? ഇവിടെയാണോ വരക്കേണ്ടത്? ഇവിടെയാണോ വരക്കേണ്ടത്? എക്സിന് 1 കൊടുക്കുമ്പോൾ P(x) എന്ന് പറഞ്ഞാൽ 1. ഇവിടെയാണോ വരക്കേണ്ടത് ആൻമറി? ഇവിടെയാണോ? എവിടെയാ? 1ന്റെ അവിടെയാണ്, 2ന്റെ അവിടെയാണ്, 3ന്റെ അവിടെയാണ്? ഇവിടെ. എക്സിന് എന്താ കൊടുക്കുന്നത്? എക്സിന് 1 കൊടുക്കുമ്പോൾ എനിക്ക് 1 ആണ് കിട്ടുന്നത്. അപ്പൊ എവിടെ നീ വരക്കണം? യെസ്, ഇവിടെ 1ന്റെ അവിടെ വരക്കണം. എക്സിന് നീ 2 എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ നിനക്ക് 3 ആണ് കിട്ടിയത്. എടാ എക്സ് ആക്സിസിൽ 2 എന്ന് പറയുന്നത് ഇവിടെയാണല്ലോ. ശ്രദ്ധിക്കണേ, എക്സ് ആക്സിസിൽ 2 എന്ന് പറയുന്നത് ഇവിടെയാണല്ലോ. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. P(x) എന്ന് പറഞ്ഞാൽ ഈ ലൈൻ ആണല്ലോ P(x) എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് 3. അപ്പൊ ഇവിടെയാണ് കൂട്ടിമുട്ടുന്നത്. അത് നിങ്ങൾ വരച്ചാൽ മതി. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? സോ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചാൽ മതി. ഇവരൊക്കെ ഒന്ന് മായ്ക്കുക, റബ്ബ് ചെയ്യുക. ഇനി ഇത് തമ്മിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് വരച്ചാൽ മതി. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കേട്ടോ. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പെട്ടെന്ന് വരച്ചു. പെട്ടെന്ന് വരച്ചു എല്ലാവരും. യെസ്. എവിടെ? റെഡി? എല്ലാവരും വരച്ചോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ഡൗട്ട്സ്? ഈ ചിത്രം വരക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലേ. റിൻഷ മനസ്സിലായോ? ആശിമെ 6:45 വന്നിട്ട് എന്താടാ കാര്യം? 1 മണിക്കൂർ ക്ലാസ്സിന് നീ 6:45 കയറിയിട്ട് എന്താ കാര്യം? ബോധ്യപ്പെടുത്താനാ ഞാൻ വന്നത്?
ആസിമ ശരിയാ വരുന്നുള്ളൂ. ഇനി എപ്പോ ശരിയാവാ? ഇനി മുതൽ ശരിയാവോ? അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം നീ നേരത്തെ എടുത്തിട്ടുണ്ട് എന്നാണ് നീ പറയുന്നത്? എന്താ ഷാനോടെ, നീ ഡി ജെ പാർട്ടി കഴിഞ്ഞിട്ട് വരുന്നതാണോ? ഡി ജെ കണ്ണട കേട്ടിട്ട് ഡി ജെ പാർട്ടി കഴിഞ്ഞിട്ടാണോ വരുന്നത്? പിന്നെ എവിടെയാണ് ഇത്? അത് നിങ്ങളൊക്കെ നെറ്റ് പെട്ടെന്ന് എവിടെ പോന്നെ? പറഞ്ഞു പോകുന്നുണ്ടോ? ക്ലാസിന്റെ സമയത്താകുമ്പോ മാത്രം പോകുന്നതാ നെറ്റ്? എവിടാ? നിങ്ങൾ ദുബായ്, അപ്പൊ നെറ്റ് കിട്ടാൻ ദുബായ് പോണ്ടി വരും. എന്തെയാ? 80-ൽ 50 മാർക്ക് കിട്ടിയെന്നോ? എവിടെ പോയതിന്റെ ഫലം? ദുബായ് പോയതിന്റെ ഫലം? ഇനി പോകുന്നുണ്ടോ സൗദിയിലേക്ക്? പോകുന്നില്ല. ഇനി അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ നിന്റെ അവിടെ സൗദിയിൽ ആരാ ഉള്ളത്? അച്ഛനും അമ്മയാണ്. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ. ഉപ്പയും ഉമ്മയും. ഉമ്മ എവിടെയുള്ള? ഓക്കെ 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 യെസ്. സൗദിയിലപ്പോ ഓക്കെ ഓക്കെ യെസ്. സോ റെഡി. അടുത്ത ക്വസ്റ്റ്യൻ. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1. അത് ഞാൻ ചെയ്യണ്ടല്ലോ മക്കളെ, നിങ്ങൾ ഒരുപാട് ചെയ്തതാണ്. ഇനി ഞാൻ ചെയ്യണോ? ഇതേപോലത്തെ മോഡൽ ഒന്നും കൂടി വേണോ വേണ്ടയോ? സേ യെസ് ഓർ നോ. ഗ്രാഫിന്റെ മോഡൽ ഇനി വേണോ വേണ്ടയോ? നിങ്ങൾ പ്രോ ആയോ? മതി എന്നാണോ? ഇതിൽ പ്രോ ആയി. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഈ ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻ ഇന്ന് തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു. എക്സ് മൈനസ് 1 കൂടി ഞാൻ ചെയ്യണോ? എക്സ് മൈനസ് 1 ചെയ്യണോ? അസർ ചെയ്യണം എന്നാണോ ചെയ്യണ്ട എന്നാണോ പറഞ്ഞത്? സംഗീത ചെയ്യണോ? അസർ എന്താ പറഞ്ഞത്? ചെയ്യണ്ട. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തു നോക്കണം. നിങ്ങൾ എല്ലാവരും ഒരേ സ്ഥലത്തിൽ വേണ്ട എന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. എക്സ് മൈനസ് 1 നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം. ഇന്ന് തന്നെ എനിക്ക് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരണം. ഓക്കെ, ഒറ്റയ്ക്ക് ചെയ്യണം എല്ലാവരും. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്തത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് യെസ്. ഇനി നിങ്ങൾക്ക് ചിത്രം തന്നിട്ട് നിങ്ങളോടൊരു പോളിനോമിയൽ കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, ഒരു ചിത്രം നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് ഏത് പോളിനോമിയലാന്ന് ചോദിക്കും. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയാം മക്കളെ. എടാ, ഏതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് നിങ്ങൾ വരച്ചു കഴിഞ്ഞാലും എപ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഓക്കെ, എപ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഏതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും എന്താ കിട്ടുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ക്ലിയർ? മറക്കണ്ട കേട്ടോ. എപ്പോഴും എന്ത് കിട്ടും? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങൾക്കൊരു ഗ്രാഫ് തരും. ഷാനോടെ നീ എന്താ ചെയ്യുന്നവിടെ? യെസ്, നിങ്ങൾക്കൊരു ഗ്രാഫ് തരും. ഇങ്ങനെ ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്തേ. ഫൈൻഡ് ദ പോളിനോമിയൽ വിച്ച് ഹാസ് ദീസ് ലൈൻസ് ആസ് ദ ഗ്രാഫ്. നിങ്ങൾക്ക് ഗ്രാഫ് തന്നിട്ട് ഇതേപോലെ ഗ്രാഫ് തന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. ഓക്കെ, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ 2x + 1. എക്സിന്റെ മുകളിൽ 1 ഉണ്ടാവുന്നത്, ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി പവേഴ്സ് 1 ഉണ്ടാവുന്നതിനാണ് നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത്. ഫൈൻഡ് ദ പോളിനോമിയൽസ് വിച്ച് ഹാസ് ദീസ് ലൈൻസ് ആസ് ദ ഗ്രാഫ്. ഈ ഒന്നാമത്തെ ചിത്രം മാത്രം നിങ്ങൾ ആദ്യം വരയ്ക്കുക. ജസ്റ്റ് റഫ് ആയിട്ട് നിങ്ങൾ ഈ ഒന്നാമത്തെ ചിത്രം മാത്രം പെട്ടെന്നൊന്ന് വരച്ചു. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയില്ലടാ, നിങ്ങൾ പഠിച്ചതല്ലേ. ഇപ്പൊ 2x + 1 ഇത് എന്ത് ഡിഗ്രിയാ? ഇതൊരു ഫസ്റ്റ് ഡിഗ്രിയാ. ഇനി പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x² + 3x + 5 ഇതെന്താ? സെക്കൻഡ് ഡിഗ്രി. കാരണം എന്താ? എക്സിന്റെ മുകളിൽ ഏറ്റവും വലിയ പവർ ആരാ ഉള്ളത്? 2 ആ. അപ്പൊ ഇതിനെയാണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തേർഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലടാ, 3x³ + 2x + 6. ഇതിന്റെ അർത്ഥം എന്താ? എക്സിന്റെ മുകളിൽ ഏറ്റവും വലുത് ആരാ? 3 ആ. സോ ഇതെന്താ? ഇത് തേർഡ് ഡിഗ്രി പോളിനോമിയലാണ്. അങ്ങനെയാണെങ്കിൽ മക്കള് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 3x + 2 ആണ്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4x - 2. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത്.
ഇതിന്റെ ജനറൽ ഫോം നിങ്ങൾ പഠിച്ചതാണ്, ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ പഠിച്ചതാണ്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് പി. ഇതല്ലടാ ജനറൽ ഫോം എന്ന് പറയുന്നത്, ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ സംഗീതേ എന്താണ്? എ എക്സ് പ്ലസ് ബി ആണ്. ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്, മക്കളെ ശ്രദ്ധിച്ച് കേട്ടോ, നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊരു ഗ്രാഫ് തരും. എന്നിട്ട് ഇത് ഏത് ഡിഗ്രി പോളി അല്ലെ ഇതില് ഇതൊരു ഫസ്റ്റ് ഡിഗ്രി ആണ് നിങ്ങൾക്ക് അറിയാം, അതിന്റെ എയും ബിയും നിങ്ങൾ കാണണം. അഥവാ എടാ ഈ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ എ എന്ന് പറഞ്ഞാൽ എത്ര, ബി എന്ന് പറഞ്ഞാൽ എത്ര എന്ന് നിങ്ങൾ കാണണം. ഓക്കെ, സോ നമുക്കൊന്ന് കണ്ടെത്താൻ ശ്രമിച്ചാലോ? റെഡി 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 എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. ഞാൻ എക്സിന് 0 കൊടുക്കുമ്പോൾ, ഞാൻ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് 1 പി ഓഫ് എക്സ് എത്രയായിരിക്കും? അഥവാ പി ഓഫ് 0 എന്ന് പറയുന്നത് എത്രയായിരിക്കും? കമന്റ് ചെയ്തു. എക്സിന് ഞാൻ 0 കൊടുത്തു കഴിഞ്ഞാൽ എത്രയായിരിക്കും? നിനക്ക് മനസ്സിലാവില്ല, നീ താങ്കൾ പകുതിക്കുന്നാണല്ലോ വന്നത്, പിന്നെ എങ്ങനെ മനസ്സിലാവാനാ? യെസ്, എക്സിന് ഞാൻ 0 കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് 0 എന്ന് പറയുന്നത് എത്രയായിരിക്കടാ? അത് 1 ആയിരിക്കും. ഷാനോണെ, അങ്ങനെയാണെങ്കിൽ എക്സിന് ഞാൻ 1 കൊടുക്കുകയാണെങ്കിൽ എത്രയായിരിക്കടാ? എക്സിന് ഞാൻ 1 കൊടുക്കുകയാണെങ്കിൽ പി ഓഫ് 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? നീ ഇതായി സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ടേക്ക് വരക്കുക. 2.5 അല്ല 3 ആണ് വരും. ഓക്കെ, നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ ഗ്രാഫ്. സോ ഞാൻ എക്സിന് ഞാൻ 1 ഇങ്ങനെ ജോയിൻ ചെയ്ത് വരക്കുമ്പോൾ എന്ത് വരും? അത് 2 ആണ് വരും. ഓക്കെ, അത് 2 ആണ്. ഓക്കെ, എക്സിന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? അത് 2 ആണെന്ന് വരും. ക്ലിയർ ആണോടാ? മനസ്സിലായോ? എക്സിന് 1 കൊടുത്താൽ പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നിങ്ങൾക്ക്? അത് 2 ആണെന്ന് കിട്ടും. മനസ്സിലായോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, എക്സിന് നിങ്ങൾ -1 കൊടുക്കുകയാണെങ്കിൽ ആൻസർ നിങ്ങൾക്ക് എത്ര കിട്ടും? അത് -1 ആണ് കിട്ടുന്നത്. അത് റബ്ബ് ചെയ്യുമ്പോൾ മായുന്നതാണ്. സോ ഇവിടെ നിങ്ങൾ 1ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടും? അത് 2 ആണെന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം മക്കളെ. നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയാം? നിങ്ങൾ ഒരുപാട് ഗ്രാഫ് നിങ്ങൾ പഠിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഫസ്റ്റ് ഡിഗ്രി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ബൾബ് ഫസ്റ്റ് കത്തണം. എന്ത് കത്തണം? ഷാനോട് ഇവിടെ ശ്രദ്ധിക്കണേ, എവിടെയും പോകരുത്, ഇവിടെ. യെസ്, നിങ്ങൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾക്ക് ഗ്രാഫായിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബൾബ് കത്തണം. എന്താ? യെസ്, ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ജനറൽ ഫോം അറിയാമല്ലോ. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് എ എക്സ് പ്ലസ് പി. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാ. ഓക്കെ സംഗീത, ക്ലിയർ ആവുന്നുണ്ടല്ലോ ആൻമറി? യെസ്. ഇനി രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എക്സിന് നിങ്ങൾ 0 കൊടുക്കുകയാണെങ്കിൽ, ഇത് മാറിയോ? ഗ്രാഫ് മാറിയോ? യെസ്, ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത് ചെയ്യേണ്ടത്, എക്സിന് നിങ്ങൾ 0 കൊടുത്താൽ നിങ്ങൾക്ക് പി ഓഫ് 0 എത്ര കിട്ടും? അത് 1 ആണെന്ന് കിട്ടും. സോ എക്സിന് നിങ്ങൾ 0 കൊടുത്താൽ പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, മക്കൾ ശ്രദ്ധിച്ചു കേട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പി ഓഫ് എക്സിന് നിങ്ങൾ എന്ത് ചെയ്യുക? വാല്യൂ കൊടുക്കുക. അഥവാ നിങ്ങളുടെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എ എക്സ് പ്ലസ് ബി ആണല്ലോ. ഇനി ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പി ഓഫ് 0 കൊടുക്കുക. ശ്രദ്ധിച്ചു കേട്ടെ, ഈ എ എക്സ് പ്ലസ് പിയിൽ പി ഓഫ് 0 കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എക്സിന് നിങ്ങൾ 0 കൊടുക്കണം അല്ലെ? അപ്പൊ എ ഇൻറ്റു 0 പ്ലസ് ബി ഈസ് ഈക്വൽ ടു പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് കിട്ടിയിട്ടുണ്ടല്ലോ ഷാനോനെ. പി ഓഫ് 0 എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈക്വൽ ടു 1 എന്ന് എഴുതുക. എ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 ആണല്ലോ. അപ്പൊ ബാക്കിയുള്ളത് എന്താ? ബി ഈസ് ഈക്വൽ ടു 1. അപ്പൊ നിങ്ങൾക്ക് ബി കിട്ടി. എത്രയാ? ബി എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടി. ഇതുവരെ ക്ലിയർ ആണല്ലോ? സംഗീതം ശ്രദ്ധിക്കണേ. യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നിങ്ങൾ എടുക്കുക. മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ, എക്സിന് ഞാൻ 1 കൊടുക്കുമ്പോൾ, മക്കളെ ശ്രദ്ധിച്ചു കേട്ടെ, എക്സിന് ഞാൻ 1 കൊടുക്കുമ്പോൾ അത് 3 ആണെന്ന് തോന്നണം. ഇത് 3 വരും. ഇത് ഞാൻ നേരത്തെ എടുത്ത പോയിന്റ് മാറ്റാം, നേരത്തെ എടുത്ത ഗ്രാഫ് മാറ്റാം. ഇത് 3 ആണ് വരുന്നത്.
ഓക്കെ, നേരത്തെ എടുത്ത ഗ്രാഫ് മാറ്റാണ്. സോ എക്സിന് നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത് ഞാൻ വരക്കുന്നത് വെച്ചിട്ടാണ്. ഇത് ഗ്രാഫ് ഞാൻ വേറെ വരച്ചപ്പോൾ അത് മാറിയതാണ്. എക്സിന് നിങ്ങൾ 1 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ വരുന്നത്? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് വരച്ചു നോക്കിയാൽ മതി. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? യെസ്, എക്സിന് നിങ്ങൾ 1 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടണം? പി ഓഫ്, എടാ ഇവിടെ നിങ്ങൾ എന്ത് പറയുക? എക്സിന് നിങ്ങൾ 1 കൊടുത്താൽ കൂട്ടിമുട്ടത് എന്താ? പി ഓഫ് എക്സ് എന്താ? അത് 3 ആണ്. മക്കളെ ശ്രദ്ധിക്കണേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ എഴുതിക്കോ. യെസ്, അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എഴുതിക്കോ. എക്സിന് നിങ്ങൾ 1 കൊടുക്കുമ്പോൾ പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ? അത് 3 ആണെന്ന് കിട്ടി. ക്ലിയർ? ഇതുവരെ ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ? എന്തെങ്കിലും ഡൗട്ടിൽ ചോദിച്ചേ. യെസ്, എക്സിന് നിങ്ങൾ 1 കൊടുത്താൽ പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ 3 ആണെന്ന് കിട്ടി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ തന്നിരിക്കുന്ന ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കൊടുക്കുക, വാല്യൂസ് കൊടുക്കുക. അപ്പൊ നമുക്ക് വാല്യൂസ് കൊടുക്കാം. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് എ എക്സ് പ്ലസ് ബി ആണ്. നിങ്ങൾക്ക് അടുത്ത് കിട്ടിയത് പി ഓഫ് 1 ആണ് അല്ലെ. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ 3 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എക്സിന് നിങ്ങൾ വാല്യൂ കൊടുക്കുക. എ ഇൻറ്റു 1 പ്ലസ്, എടാ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാ? ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. എന്താ? യെസ്, അത് 3 ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എ ആണ്. എ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ എന്താ? 3 മൈനസ് 1. സോറി 3 മൈനസ് 1. 3 മൈനസ് 1. അപ്പൊ എ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയടാ? അത് 2 ആണെന്ന് കിട്ടി. നിങ്ങൾക്ക് എയും ബിയും കിട്ടിയില്ലടാ. എ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. യെസ്, എ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് 2 ആണെന്നും ബി എന്ന് പറയുന്നത് 1 ആണെന്നും, സോറി ബി എന്ന് പറയുന്നത് എത്ര കിട്ടിയത്? യെസ്, 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജനറൽ ഫോം എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? 2 എന്ന് പറഞ്ഞു കൊടുക്കാം. ബിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? പ്ലസ് 1 എന്ന് കൊടുക്കാം. സോ നിങ്ങളുടെ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ? അത് 2x പ്ലസ് 1 ആണ്. ഓക്കെ, നിങ്ങളുടെ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ? അത് 2x പ്ലസ് 1 ആണ്. നിങ്ങൾ ആ സ്റ്റെപ്പ് ഒന്ന് മര്യാദക്കൊന്ന് പഠിച്ചാൽ മതി മക്കളെ. എടാ ആദ്യം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് മനസ്സിലാക്കുക? നിങ്ങളുടെ ജനറൽ ഫോം എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ആണെന്ന് പഠിക്കുക. ശ്രദ്ധിക്കണേ സംഗീത. സോ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സ് എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണെന്ന് നോക്കുക. എക്സ് എന്ന് പറയുന്ന പോയിന്റ്, എക്സിന് നിങ്ങൾ 0 കൊടുക്കുമ്പോൾ പി ഓഫ് 0 എന്ന് പറയുന്നത് എത്രയാ? അത് 1 ആണ്. ഷാനുവിനെ മനസ്സിലാവുന്നുണ്ടോ ജസ്മി? യെസ്. സോ പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ജനറൽ ഫോം എഴുതുക. എന്നിട്ട് ആ പി ഓഫ് 0 നിങ്ങൾ കൊടുക്കുക. അപ്പൊ എ ഇൻറ്റു 0 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്നത് എത്ര എന്ന് കിട്ടി? നിങ്ങൾക്ക് 1 ആണെന്ന് കിട്ടി. അപ്പൊ ബി സെറ്റായി. ഇനി നിങ്ങൾ അടുത്ത വാല്യൂ ബി, എ കിട്ടണമല്ലോ. അപ്പൊ നിങ്ങൾ അടുത്ത എക്സിന്റെ വാല്യൂ എടുക്കുക. എക്സിന് നിങ്ങൾ 1 കൊടുക്കുക. എക്സിന് നിങ്ങൾ 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എവിടെ വരുന്നുണ്ട്? 3യിലാണ് വരുന്നത് അല്ലെ. ആ ലൈനിൽ കൂട്ടിമുട്ടുന്നത് 3യിലാണ്. സോ നിങ്ങൾക്ക് കിട്ടി എക്സിന് നിങ്ങൾ 1 കൊടുക്കുമ്പോൾ പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ അത് 3 ആണ്. ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ജനറൽ ഫോമിൽ കൊടുക്കുക. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എ എക്സ് പ്ലസ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻറ്റു 1 പ്ലസ് 1 അല്ലെ. എക്സിന് നിങ്ങൾ 1 കൊടുക്കുമ്പോൾ എ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എ ആണ്. ബിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട് സംഗീത. സോ എ പ്ലസ് 1 എന്ന് പറയുന്നത് 3 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് 1 ഈക്വൽ ടു സൈൻ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും? -1 വരും. ഓക്കെ, സോ എ എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് കിട്ടി. അപ്പോ എ എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടി. ബി എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടി പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി ആണ്. അപ്പൊ എന്റെ സ്ഥാനത്ത് 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ബിന്റെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ക്ലിയർ? എനി ഡൗട്ട്സ്? സെറ്റ് ആണോ? എല്ലാവരും എഴുതിയെടുത്തോ? ആൻമറി, പ്രിൻസ, സെറ്റ് ആണല്ലോ? ഇതാണല്ലോ ഗ്രാഫ്. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട് മൊത്തം ക്ലിയർ ആവും. ഓക്കെ, റെഡി? യെസ്, എല്ലാവരും എഴുതിയെടുത്തോ? ജിസ്മി എഴുതിയെടുത്തോ? റിൻഷ, അസർ എഴുതിയെടുത്തോ? യെസ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഗ്രാഫ്, ഇത് പുതിയൊരു ഗ്രാഫ്. എല്ലാവരും ഈ ഗ്രാഫ് ഒന്ന് വരച്ച്. സംഗീത നീ വരക്കുന്നുണ്ടോ? നീ സിനിമ കാണാൻ വന്നതാ?
നോട്ട്ബുക്ക് എവിടെ കാണിച്ച? അത് നോട്ട്ബുക്ക് ഒന്ന് കാണിച്ച. ഇത്ര നേരം എഴുതിയത് എവിടെ? ഈ ഗ്രാഫ് വരച്ച പെട്ടെന്ന്. അതെന്താ ഷാനോനെ? അതാരാ നിനക്ക് കാണിച്ചു തന്നത്? അതെങ്ങനെ എത്തി? നിനക്ക് ക്ലാസ് ആരെങ്കിലും കാണിച്ചു തന്നോ? ഞാൻ എന്നിട്ട് ഇവരോട് ചോദിച്ച സമയത്ത് കാണിച്ചു തന്നില്ല എന്ന് പറഞ്ഞു. ആണല്ലേ? എന്നാ ഞാൻ നിനക്ക് ഇന്നൊരു DJ പാർട്ടി കാണിച്ചത്. ഓ, അത് ഇതിലില്ല. സോ അങ്ങനെയാണെങ്കിൽ റെഡി? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ചിത്രം DJ പാർട്ടി എന്നിട്ട് കാണിച്ചാലാടാ. ഇപ്പൊ ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ DJ പാർട്ടി ചെയ്യുന്നു. ഇതിന്റെ നിങ്ങൾ ആൻസർ കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ഇന്ന് എന്റെ DJ പാർട്ടി ഉണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ മക്കൾ ശ്രദ്ധിച്ചു കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോ. റെഡി? ഇവിടെ നിങ്ങളൊന്ന് പറഞ്ഞേ, എക്സിന് നിങ്ങൾ 0 കൊടുത്തു കഴിഞ്ഞാൽ P(0) എത്രയായിരിക്കും? കമന്റ് ചെയ്ത്. എക്സിന് നിങ്ങൾ 0 കൊടുത്തു കഴിഞ്ഞാൽ P(0) എത്രയായിരിക്കും? യെസ്, എക്സിന് 0 എത്രയായിരിക്കും? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. എക്സിന് നിങ്ങൾ 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈൻ എന്ന് പറയുന്നത് 0-ൽ തന്നെയാണല്ലോടാ. ഈ ലൈൻ എന്ന് പറയുന്നത് 0-ൽ തന്നെയാണല്ലോ. അപ്പൊ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ P(0) എന്ന് പറഞ്ഞാൽ അത് 0 തന്നെയാണ്. ക്ലിയർ? ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, മക്കളെ ശ്രദ്ധിക്കണേ. യെസ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ P(x) എന്ന് പറഞ്ഞാൽ അത് ax + b ആണ്. അങ്ങനെയാണെങ്കിൽ P(0) എന്ന് പറഞ്ഞാൽ എന്തായിരിക്കടാ? a ഇൻറ്റു അല്ലെ, a(0) + b = 0 എന്ന് നിങ്ങൾക്ക് കിട്ടും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് കിട്ടി a(0) എന്ന് പറഞ്ഞാൽ എത്രയാടാ? അത് 0 ആ. അപ്പൊ b എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് നിങ്ങൾക്ക് കിട്ടി. ക്ലിയർ? b എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? അത് 0 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്ത വാല്യൂ നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കേ. എക്സിന് നിങ്ങൾ 1 കൊടുക്കുകയാണെങ്കിൽ, എക്സിന് നിങ്ങൾ 1 കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എത്ര കിട്ടൂടാ? എക്സിന് 1 കൊടുത്താൽ നിങ്ങൾക്ക് P(1) എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? അത് 2 ആണെന്ന് കിട്ടും അല്ലെ? എക്സിന് നിങ്ങൾ 1 കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. സിനാനൊക്കെ ആൻസർ പറയുന്നുണ്ട്. യെസ്, സിനാനെ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് P(1) എത്ര കിട്ടും? ആക്ഷൻ കാണിച്ചേ. 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? എക്സിന് 1 കൊടുത്താൽ ഈ കൂട്ടിമുട്ടുന്നത് എന്താ? അത് 2-ലാണ്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. അപ്പൊ എക്സിന് നിങ്ങൾ 1 കൊടുത്തു കഴിഞ്ഞാൽ P(1) എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അത് 2 ആണെന്ന്. P(2) കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാൻ പറഞ്ഞത്? ഇതിലേക്ക് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെ? ax + b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ P(1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് നിങ്ങൾ എന്ത് ചെയ്യണം? വാല്യൂ കൊടുക്കണം. a(1 + b എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എന്താ? 0 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. P(1) എന്ന് പറഞ്ഞാൽ 2 ആണല്ലോ. അപ്പൊ 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ a(1) എന്ന് പറഞ്ഞാൽ a ആണ്. a എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എന്താ ആൻസർ? മനസ്സിലാവുന്നില്ലേ? ആൻസർ മനസ്സിലാവുന്നുണ്ടോ? എന്താ ഡൗട്ട്? അപ്പൊ a എന്ന് പറഞ്ഞാൽ അത് 2 എന്ന് കിട്ടും. നിങ്ങൾക്ക് എയും കിട്ടി, നിങ്ങൾക്ക് ബിയും കിട്ടി. ഓക്കെ, നിങ്ങൾക്ക് എന്ത് കിട്ടി? a എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടി, b എന്ന് പറയുന്നത് 0 ആണെന്ന് കിട്ടി. ഓക്കെ, b എന്ന് പറയുന്നത് 0 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം P(x) = ax + b ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്താ? അത് 2 ആണ്. 2x. b എന്ന് പറഞ്ഞാൽ 0 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആൻസർ നിങ്ങൾക്ക് എന്ത് കിട്ടും? P(x) എന്ന് പറഞ്ഞാൽ 2x ആണെന്ന് കിട്ടും. ക്ലിയർ? a എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടി, b എന്ന് പറയുന്നത് 0 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ a എന്ന് പറഞ്ഞാൽ b ആണെങ്കിൽ നിങ്ങൾ a ന്റെ സ്ഥാനത്ത് 2 എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ 2x + 0. ജസ്മി മനസ്സിലാവുന്നുണ്ടോ?
എന്താ ഡൗട്ട് ചോദിക്ക്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്ക് ജസ്മി. എന്താ മനസ്സിലാവുന്നത്? ഓരോ സ്റ്റെപ്പും ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. അപ്പൊ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഇക്വേഷൻ എഴുതുക. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞിട്ട് എഴുതുക. ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം എക്സിന് 0 കൊടുക്കുമ്പോൾ നിന്റെ പി ഓഫ് എക്സ് എവിടെ തന്നെയാ ഉള്ളത്? 0 തന്നെയല്ലേ ഉള്ളത്. ഈ ലൈൻ, ഈ റെഡ് കളർ എന്ന് പറയുന്ന ലൈൻ ഇവിടെ തന്നെയല്ലേ ഉള്ളത്. അപ്പോ എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? അത് 0 തന്നെയായിരിക്കും. ക്ലിയർ ജസ്മി? അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ ആദ്യം എന്ത് ചെയ്യണം? പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇതല്ല, പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞിട്ട് എഴുതുക. അപ്പൊ ജനറൽ ഫോമിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പി ഓഫ് 0 കൊടുക്കുക. അപ്പൊ എ ഇൻറ്റു 0 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0. ഈ 0 എങ്ങനെ വന്നത്? പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ എ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടി എന്താ? ബി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി അടുത്തത് എക്സിന് നീ 1 കൊടുത്താൽ പി ഓഫ് 1 നിനക്ക് എത്ര കിട്ടി? അത് 2 ആണെന്ന് കിട്ടി. അപ്പൊ നീ അത് അവിടെ എഴുതുക. എക്സിന് 1 കൊടുത്താൽ പി ഓഫ് 1 2 ആണ്. സോ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി. അപ്പൊ അതിന്റെ അവിടെ എക്സിന്റെ അവിടെ 1 കൊടുക്കുക. അപ്പൊ എ ഇൻറ്റു 1 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആ ബിന്റെ അവിടെ ഞാൻ 0 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഈസ് ഈക്വൽ ടു 2. ഈ ഈസ് ഈക്വൽ ടു 2 എങ്ങനെ വന്നത്? നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്? പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ പി ഓഫ് 1 അപ്പൊ ഈസ് ഈക്വൽ ടു 2 എന്ന് പറയാം. സോ എ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എ ആണ്. എ ഈസ് ഈക്വൽ ടു 2 എന്ന് നിങ്ങൾക്ക് കിട്ടി. ക്ലിയർ? ഷാനോട് നീ എന്താണ് ചെയ്യുന്നത്? സോ നിങ്ങൾക്ക് എ എന്ന് പറഞ്ഞാൽ 2 ആണ്, ബി എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. ക്ലിയർ? സോ ഇതുവരെ എല്ലാവർക്കും സെറ്റ് ആയോ? മനസ്സിലായോ? റിൻഷ ക്ലിയർ ആണോ? ആൻമറി ക്ലിയർ ആണോ? ഷാനോട് നീ എവിടെയാ പോകുന്നത്? യെസ്. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ. ഇന്നേക്ക് ദുർഗാഷ്ടമി എന്നടാ ഗൊപ്പെ. ഇത് കാണിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പോക്കിയുടെ ഇത് വന്നത്. ഇതാരാണ്? ആരാണ് അയാൾ? നിങ്ങൾക്ക് ഇയാളെ മനസ്സിലായോ? ആരാണ് ഇയാൾ? യെസ്, അയാളാണ് ഇയാൾ. സോ അതിനുശേഷമാണ് നിങ്ങൾക്ക് പിക്ചർ കാണിച്ചത്. എന്റെ ക്യൂട്ട്നെസ് ആയിട്ട്, നിങ്ങൾ ക്യൂട്ട്നെസ് പോക്കി എന്ന് വിളിക്കുന്നില്ലേ, ഞാനിതാ ക്യൂട്ട്നെസ് ആയിട്ട് ഇറക്കി. അപ്പൊ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ട്. ആരാ ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ട്? ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, എന്റെ ക്യൂട്ട്നെസ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആളെ ഓക്കെ. സോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? അപ്പോഴാണ് നിങ്ങൾക്ക് സാർ സാർ രക്ഷപ്പെട്ടു, സാറിനെ കാണിക്കുന്നില്ല സാർ. യെസ്, സാറ് ഞാൻ കാണിച്ചിട്ടില്ല, സാറ് സേഫാ. യെസ്. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ ബാക്കി അതെ അജയ് സാർ ഇവിടെ ഉണ്ട്. അജയ് സാർ ഇവിടെ ഉണ്ട്. അജയ് സാറിന് കാണിക്കാൻ പറ്റുമോ? അജയ് സാറിന്റെ ഫോട്ടോ കൂടി ഒന്ന് കാണിക്കാൻ പറ്റും മക്കളെ? അജയ് സാറ് മൊട്ടയടിച്ചു, നിങ്ങൾ അറിഞ്ഞോ? വേണ്ടത് ഷാനുണ്ട്, വേറെ ആർക്കും വേണ്ട. എന്ത്? അജയ് സാർ മൊട്ടയടിച്ചെന്ന് പറഞ്ഞപ്പോ തല കൈ അടിക്കുന്നു. അജയ് സാർ മൊട്ടയടിച്ച ഫോട്ടോ കാണുന്നു നിങ്ങൾക്ക്? ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണോ? ഞാൻ പല രീതിയിലുള്ള ഫോട്ടോസ് അഫ്രാസ് സാറിനെ എടുത്ത് വെച്ചിട്ടുണ്ട് മക്കളെ, നിങ്ങൾ പേടിക്കണ്ട. ഏതായാലും അജയ് സാറ് കാണിക്കും. ഞാൻ ഏതായാലും ഇനി അത് മാത്രം എന്തിനാ ബാക്കി വെക്കുന്നത്? അജയ് സാറ് മൊട്ടയടിച്ചു, പന്തയത്തിൽ തോറ്റു. അജയ് സാറ് മൊട്ടയടിച്ച അജയ് സാർ. എടാ ഷാനുവിന്റെ അടുത്ത് സ്റ്റോറി എടുത്തു അഫ്രാസ് സാർ. ഷാനോൻ ഫോട്ടോ എടുക്കുന്നോ? നീ എടുത്തോ. ഇതാ ഓക്കെ, അവൻ സ്ക്രീൻഷോട്ട് എടുത്തു എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ടീച്ചർ പരിപാടിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. സാറിന് സമ്മതം ചോദിച്ചിട്ട് സാറ് പോയി. സാർ ദേഷ്യം വിളിച്ചു. അതെ, ഞാൻ എയറിലാവാൻ ഞാൻ തയ്യാറെടുക്കുകയാണ്. ഓക്കെ. സോ ഇനി ഏതായാലും ഒരു DJ പാർട്ടിയും ഉണ്ട്. അത് ഞാൻ എല്ലാം ഇന്ന് കാണിച്ചാൽ ശരിയാണല്ലോ, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു. ഓക്കെ. യെസ്, അല്ലെങ്കിൽ വേണ്ട, എന്തിനാ? സമയം നിങ്ങൾ ചാപ്റ്റർ ടെസ്റ്റ് ആണ്. സോ എല്ലാവരും ചാപ്റ്റർ ടെസ്റ്റ് എഴുതുക. സോ DJ പാർട്ടി വേണോ? ഇന്ന് വേണ്ട, ഇന്ന് വേണോ? യെസ്. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങളുടെ എക്സാം ടൈമാണ്. ഞാൻ ഇന്ന് കാണിച്ചു തരുന്നില്ല, നിങ്ങളുടെ എക്സാം ടൈമാണ്. സോ എല്ലാവരും, നിങ്ങൾക്ക് ഏതായാലും ടാങ്ക് സ്ലൈഡ് ഒക്കെ തന്നതല്ലേ, ഞാൻ ഇതാ ടാങ്ക് സ്ലൈഡ് തരാം. ഓക്കെ. സോ നിങ്ങളുടെ എക്സാം ടൈമാണ്. കരഞ്ഞിരിക്കുന്ന ആരോ
ഓക്കെ. സോ നിങ്ങളുടെ ചാപ്റ്റർ ടെസ്റ്റ് ആണ്. എല്ലാവരും സാവധാനത്തിൽ പെട്ടെന്ന് ചാപ്റ്റർ ടെസ്റ്റ് ചെയ്യുക. എല്ലാവരും കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. ഓക്കെ. സോ മക്കളെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എടാ ഒറ്റ മിനിറ്റ്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതെന്ന് മറക്കണ്ട. ഈ 2 ക്വസ്റ്റ്യൻ, ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കണേ. എല്ലാവരും ഈ 2 ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, റെഡി? യെസ്. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ, മാഷ് ലീവ് ചെയ്യലാണ്. നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഇല്ലാന്ന് വിശ്വസിക്കുന്നു. എക്സാം നിങ്ങൾ സാവധാനത്തിൽ എഴുതുക. സോ യെസ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ബൈ.